ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വാക്ക് അലോൺ എന്നുള്ള പോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കവിത നോക്കുന്ന സമയത്ത് ഇതിനകത്ത് മെയിനായിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക ഡിഫിക്കൽട്ട് വേർഡ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. പക്ഷേ ഇതിനകത്ത് മീനിങ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഡെപ്തുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു എന്താ പറയുക ഒരു കോണ്ടന്റ് കൊണ്ടുവന്നിട്ടുള്ള തരത്തിലുള്ള ഒരു കവിതയാണ് നമ്മുടെ വാക്ക് അലോൺ എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളൊരു പോം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ജീവിക്കാൻ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പല സിറ്റുവേഷൻസിലും നമ്മൾ ഒറ്റയ്ക്കായി പോയേക്കാം. അപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ വരുന്ന പ്രതിബന്ധങ്ങളെ മേ ബി വഴികളിൽ മുള്ളായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, അതിനെയൊക്കെ നമ്മളായിട്ട് തന്നെ ഇല്ലാണ്ടാക്കി തരണം ചെയ്ത് മുന്നോട്ട് ഒറ്റയ്ക്ക് പോവേണ്ട ഒരാവശ്യം വരും. അല്ലെങ്കിൽ ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താകും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും, എക്സ്പെക്ടേഷൻസ് കുറയും. അതായത് എനിക്ക് പ്രശ്നം വന്നാൽ അവനുണ്ടല്ലോ അല്ലെങ്കിൽ അവളുണ്ടല്ലോ എന്ന് വിചാരിക്കാതെ എനിക്ക് പ്രശ്നം വന്നാലും അവിടെ ഞാൻ തന്നെ ഉണ്ടല്ലോ, ഞാൻ തന്നെ ധാരാളമാണ്, എനിക്കറിയാം അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഈ ഒരു കവിതയിൽ കൂടെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ഇഫ് no one listens to your call, then you must walk on alone. നിങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾ വിളിക്കുകയാണ്, നിങ്ങൾ കോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അവരാരും വിളി കേട്ടില്ല അല്ലെങ്കിൽ ആരും അതിന് മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ദെൻ യു മസ്റ്റ് വാക്ക് അലോൺ. നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് നടന്നോളണം. അതായത് ഒരാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്, ഒരാളുടെ വരവിന് കാത്തു അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചു, അയാൾ വന്നില്ല എന്ന് വിചാരിച്ച് പതറി നമ്മൾ പുറകോട്ട് പോവുക അല്ലെങ്കിൽ ആ ഒരു ഉദ്യമം അവിടെ വേണ്ടാന്ന് വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് തന്നെ നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യത്തിലേക്ക് മുന്നോട്ട് തന്നെ പോകണം. എങ്ങനെ പോകണം, ഒറ്റയ്ക്കായിട്ടാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. മൂവ് ഓൺ അലോൺ, മൂവ് ഓൺ അലോൺ ആൻഡ് മൂവ് ഓൺ അലോൺ. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണം. അത് എന്തിനു വേണ്ടിയിട്ട്, അതിൽ സ്ട്രെസ് കൊടുക്കണം. അതായത് മുന്നിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. എങ്ങനെയാണ്, അലോൺ, ഒറ്റയ്ക്ക് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കാണിക്കണം. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, ആരും നിങ്ങളോട് സംസാരിച്ചില്ല എന്ന് വിചാരിക്കുക. ഓ മൈ ഹാപ്പിൾസ് വൺ, ഇഫ് everyone turns the other way, if everyone is afraid, then open your heart and speak out your mind alone. അപ്പോൾ അദ്ദേഹം പറയാണ്, ആരും നിങ്ങളോട് സംസാരിച്ചില്ല എന്ന് വിചാരിക്കുക, അതിന് മേ നമുക്ക് വിഷമമൊക്കെ തോന്നും. ഓ മൈ ഹാപ്ലെസ് വൺ, ഹാപ്ലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവാൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മേ ബി നിങ്ങൾ അൺലക്കി ആയിരിക്കാം ആ ഒരു കാര്യത്തിൽ. ചിലപ്പോൾ നമുക്ക് അറിയാലോ നമ്മുടേതല്ലാത്ത തെറ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചിലർക്ക് ഭയങ്കര ദേഷ്യമോ വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തുന്ന നമുക്ക് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യന്മാരല്ലേ, മനസ്സിലുള്ളവരല്ലേ, നമുക്ക് വിഷമമൊക്കെ തോന്നും. പക്ഷേ അത് നമ്മുടെ നിർഭാഗ്യമാണ്. ഓക്കെ, അവർക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, വിട്ട് കളയുക. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ എവരി വൺ ടേൺസ് ദ അതർ വേ, എല്ലാവരും നമ്മുടെ കൂടെയുള്ള എല്ലാവരും മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞ് നമ്മുടെ ഒരു ദിശയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്തിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല എന്ന് വരാം. മറ്റുള്ളവരെല്ലാം വേറൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലേക്ക് തിരിഞ്ഞു പോയെന്ന് വരാം. ഇഫ് എവരി വൺ ഇസ് അഫ്രൈഡ്, അതേപോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ മറ്റുള്ളവരൊക്കെ പേടിയോടുകൂടിയാണ് നോക്കി കാണുന്നത്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും ഇല്ല, അവരൊക്കെ പേടിച്ച് മാറി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ദെൻ ഓപ്പൺ യുവർ ഹാർട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു വയ്ക്കുക. ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ് അലോൺ. എന്നിട്ട് നമ്മൾ അവിടെ ആരോട് സംസാരിക്കണം, കാരണം നമുക്ക് സംസാരിക്കാനോ നമ്മളെ കേൾക്കാനോ നമ്മുടെ കൂടെ നടക്കാനോ ആരും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം ആര് മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ നമ്മുടെ അല്ലെങ്കിൽ എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ ഒന്ന് തുറന്നു വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ് അലോൺ. നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക. നിനക്ക് ആരുമില്ല, അപ്പം നിനക്ക് ആര് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്ക് നമ്മളെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മളെ തന്നെ ഒരു എന്താ പറയുക ധൈര്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഊർജ്ജം കൊടുക്കുന്ന തരത്തിലൊന്ന് സംസാരിച്ച് നമ്മളൊന്ന് സമാധാനിപ്പിച്ച് നിർത്തുക. ഇഫ് എവരി വൺ ടേൺസ് അവേ, ഓ മൈ ഹാപ്ലെസ് വൺ, എല്ലാവരും ഈ പറഞ്ഞ പോലെ നിന്നിൽ നിന്നും എന്താ പറയുക മാറി നടക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ടേൺ ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. ഇഫ് ആസ് യു വാക്ക് അലോൺ ഓൺ എ ഡാർക്ക് റോഡ് നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി. അതേപോലെ തന്നെ നമ്മളൊരു ഇരുണ്ട പാതയിൽ കൂടെ നടക്കുകയാണെങ്കിൽ, ഇരുണ്ട പാത എന്നുള്ളത് ലിറ്ററലി ഒരു ഇരുണ്ട വഴി എന്നതിനേക്കാൾ ഉപരി ഒരു കുറച്ച് ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി, അവിടെ ആരും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു എന്ന് വരില്ല. നമുക്ക് എന്താ പറയുക, നമുക്കൊരു ചീത്തക്കാലം വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ആരും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നല്ല കാലം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ മോശം സമയമാണെങ്കിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്താണ്, അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെ നടക്കേണ്ടി വരും, ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. വാക്ക് അലോൺ. ദെൻ യു മസ്റ്റ് ക്രഷ് ദ തോൺസ് ഇൻ യുവർ പാത്ത്.
സ്വാഭാവികമായിട്ടും അവർ മോശം സമയമാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡാർക്ക് റോഡാകുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, ഒരുപാട് മുള്ളുകൾ ഉണ്ടായിരിക്കും. മുള്ളുകൾ എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്, തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് തോൺസ് അവിടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ വഴിയിൽ കൂടെ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രഷ് ചെയ്യണം, ചതച്ചരച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. വിത്ത് യുവർ ബ്ലീഡിങ് ഫീഡ് ആൻഡ് വാക്ക് അഹെഡ് അലോൺ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു രക്തം വാർന്നൊഴുകുന്ന കാൽപാദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ വഴിയിൽ കൂടെയുള്ള മുള്ളുകളെ എനിക്ക് ചവിട്ടി ഇല്ലാണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, വാക്ക് അഹെഡ് അലോൺ, മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കണം. അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നമ്മൾ ഓൾറെഡി സഫർ ചെയ്യായിരിക്കും. നമുക്ക് വിഷമങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും. നമ്മൾ പെയിൻഫുള്ളി ആ ഒരു സിറ്റുവേഷനൊക്കെയും തരണം ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളൊക്കെയും ഇല്ലാണ്ടാക്കി അതിനേക്കും എന്താ പറയുക മറികടന്ന് നമ്മുടെ പാതയിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് പോവേണ്ടുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ പോവുക തന്നെ ചെയ്യണം. അവിടെ നമ്മൾ നമ്മുടെ വിളി കേൾക്കാത്തവരെ, നമുക്ക് കാത്തു തരാത്തവരെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കാത്തവരെ ആരെയും കാത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല. If no one holds up a light, oh my hapless one. മുന്നേ അദ്ദേഹം പറയാണ്, അതായത് ആരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇരുട്ടുള്ളൊരു പാതയിലാണെന്നുണ്ടെങ്കിൽ ആരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ലൈറ്റ് കാണിച്ച് തന്നൊന്നും വരില്ല. ഫോൺ എ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്. അതേപോലെ തന്നെ ഒരു രാത്രി വളരെ ഇരുട്ടായിട്ടുള്ള, വളരെ കൊടുങ്കാറ്റൊക്കെ വീശുന്ന, വളരെ മഴയുള്ള ഒരു മോശം കാലാവസ്ഥയുള്ള ഒരു രാത്രിയാണെന്ന് വിചാരിക്കുക. എവരി വൺ സീക്സ് റെഫ്യൂജ് ബിഹൈൻഡ് എ ക്ലോസ്ഡ് ഡോർ. എല്ലാവരും, നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഓടി എവിടെ പോവും, നല്ലൊരു ഷെൽട്ടർ നോക്കി, നല്ലൊരു എന്താ പറയുക, പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നമൊന്നും വരാത്ത സുരക്ഷിതമായൊരു സ്ഥലം നോക്കിയിട്ട് എല്ലാവരും ഒരു ക്ലോസ് ഡോർ, ഒരു നല്ല അടച്ചുറപ്പുള്ള സ്ഥലത്ത് പോയിട്ട് എല്ലാവരും രക്ഷ നേടും. ദെൻ വിത്ത് ദ ഫ്ലെയിം ഫ്രം ദ റോറിംഗ് ലൈറ്റ്നിങ് സെറ്റ് യുവർ ഓൺ ഹാർട്ട് ഓൺ ഫയർ. പക്ഷെ അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ നമ്മളെ ആരും കൊണ്ടുപോയിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ആ മഴയും വെയിലും കാര്യങ്ങളും അല്ല, എന്താണോ ആ ഒരു പ്രശ്നം അതൊക്കെയും സഫർ ചെയ്ത് നമുക്ക് ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നമ്മളെ കൂട്ടാതെ കടച്ച് ഉള്ളിൽ സുരക്ഷിതരായി പോയ ആളുകളെ ഓർത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മളവിടെ എന്താ ചെയ്യേണ്ടത്, വിത്ത് ദ ഫ്ലെയിം from the roaring lightning and set your own heart on fire. നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഫയർ കൊണ്ടുവരണം. ആ ഒരു ഫയർ മേ ബി എന്തിൽ നിന്നായിരിക്കും, റോറിംഗ് ലൈറ്റ്നിങ്, നമ്മൾക്ക് അതുവരെ ഉണ്ടായ എക്സ്പീരിയൻസുകൾ, നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു ലൈറ്റ്നിങ്, ആ മിന്നൽ, ഇടി, അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്, അതിൽ നിന്നൊക്കെ എന്താ പറയുക ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഊർജ്ജത്തിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഒരു ഫയറാക്കി മാറ്റണം. ആ ഫയറിനെ നമ്മൾ എവിടെ സെറ്റ് ചെയ്ത് വെക്കണം, നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ ഉള്ളിലൊരു ഊർജ്ജമായിട്ട് നമ്മൾ അതുവരെ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ കൊണ്ടു നടക്കണം. ആൻഡ് ഷൈൻ അലോൺ ദാറ്റ് മെനി മേ അസ്പയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മുടെ ഒരു ഊർജ്ജമാക്കി മാറ്റിയിട്ട് നമ്മൾ അവിടെ സ്വയം എന്ത് ചെയ്യണം, തിളങ്ങാൻ തുടങ്ങണം, ഷൈൻ ചെയ്യാൻ തുടങ്ങണം. അതെങ്ങനെയാണ് ഷൈൻ അലോൺ, ഒറ്റയ്ക്ക് തന്നെയല്ല. ഇതുവരെയും ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്, അപ്പോൾ ഇനി ഞാൻ ഷൈൻ ചെയ്യുന്ന സമയത്തും എനിക്ക് ആരെയും ആവശ്യമില്ല. ഷൈൻ അലോൺ, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഷൈൻ ചെയ്ത് നിൽക്കുക. ദാറ്റ് മെനി മേ അസ്പയർ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ പലർക്കും അതെന്തായിരിക്കും, ആ ഒരു എയിം എല്ലാവരിലേക്കും എത്തും, എല്ലാവർക്കും അതൊരാഗ്രഹമായിട്ട് മാറി. ശരി, അപ്പോൾ നമ്മളൊരു എന്തായി, ഒരു മോഡലായി, റോൾ മോഡലായി മാറി. അപ്പോൾ അത്തരത്തിൽ അതുവരെ നമ്മുടെ കൂടെ ഇല്ലാത്തവരൊക്കെയും നമ്മളെ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഞങ്ങളാരും ഇല്ലെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ അവിടെ ഒറ്റയ്ക്ക് നേടിയെടുത്തു എന്ന് നമ്മളെ കൊണ്ട് എന്താ പറയുക, നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് എത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. താങ്ക്